അങ്ങനെ തുടരും സിനിമയുടെ റിലീസ് ഡേറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുൻപ് പല വീഡിയോയിലും പറഞ്ഞതുപോലെ ഏപ്രിൽ 25-നാണ് തുടരും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തുടരും സിനിമയുടെ പ്രൊമോ സോങ്ങിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടരും സിനിമയുടെ പ്രൊമോ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ നിന്നും ലാലേട്ടൻ്റെയും ഫർഹാൻ ഫാസിലിൻ്റെയും ലൊക്കേഷൻ പിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. തുടരും സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതോടുകൂടി സിനിമയുടെ ഫാൻ ഷോ ബുക്കിങ്ങും പല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ട്. 5 ലക്ഷം അഡ്മിഷൻസ് ആണ് UAE എമ്പുരാൻ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ UAE ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെ സിനിമയ്ക്ക് ആദ്യ ദിനം വന്നിരുന്നെങ്കിൽ ഇതിലേറെ സിനിമയുടെ അഡ്മിഷൻസൊക്കെ പോയിരുന്നേനെ. എമ്പുരാൻ സിനിമയുടെ ഇന്നത്തെ കേരള കളക്ഷനും കൂടി കൂട്ടുമ്പോൾ സിനിമ 80 കോടി ക്ലബിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ കടന്നിരിക്കുകയാണ്. 2018 സിനിമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം. 89 കോടിയാണെന്ന് തോന്നുന്നു കേരള ബോക്സ് ഓഫീസിൽ 2018 സിനിമ കളക്ഷൻ നേടിയത്. എന്തായാലും ഈ ഒരു കളക്ഷനെ ഭേദിച്ചാൽ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാൻ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയുള്ളൂ. ലിയോ, കൽക്കി എന്നീ സിനിമകളെ മറികടന്നുകൊണ്ട് UK ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് എമ്പുരാൻ സിനിമ നേടിയിരിക്കുന്നത്. 11 ദിവസം കൊണ്ട് UK ബോക്സ് ഓഫീസിൽ $160 മില്യൺ ആണ് എമ്പുരാൻ സിനിമ ഇതുവരെ കളക്ഷൻ നേടിയിരിക്കുന്നത്. എമ്പുരാൻ സിനിമയ്ക്ക് ഇന്നും കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.